ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലേക്ക് നമ്മളെ മുടീൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഒരു നര പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നര മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ഏജ് ആകുമ്പോഴേക്ക് തന്നെ ആദ്യമൊക്കെ നമ്മൾ തന്നെ കുറച്ച് ഏജ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഹെയറിൽ കളർ ചേഞ്ച് വരിക. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കൂടുതൽ ചെറിയ കുട്ടികളിൽ വരെ നമ്മൾ എന്താ പറയുക ഈ ഒരു ഹെയർ കളർ ഈ ഹെയറിൻ്റെ കളർ മാറി വൈറ്റ് കളറിലേക്ക് നമ്മൾ അകാരം നര എന്നൊക്കെ പറയുന്ന പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം വേണ്ടിയിട്ട് നമുക്ക് നല്ല ലെങ്ത്തുള്ള മുടിയായിരിക്കും, പക്ഷെ അതിൽ വലിയ രീതിയിൽ ഇതേപോലെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ താടീൻ്റെ മുകളിൽ അതേപോലെ എന്താ പറയുക ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടേക്കും കൂടുതലായിട്ട് നമുക്ക് ഉള്ളോട്ട് അങ്ങനെ അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഈ നര വന്നിട്ട് കിടക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത്. ഇതിന് വേണ്ടത് കരിവേപ്പിലയാണ്. നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു കരിവേപ്പില. നമ്മൾ പാക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും കരിവേപ്പിലേൻ്റെ പാക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഹെന്ന ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ കൂടുതലായിട്ട് കരിവേപ്പില ഇടുന്നത് നല്ലതാണ്. നമ്മളെ സ്കാൽപ്പാണെങ്കിലും ഹെയറിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കരിവേപ്പില. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഈ ഒരു നര വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു നര വരുന്നതും അതുപോലെ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കരിവേപ്പിലിനെ കൊണ്ട് കഴിയട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മളൊരു ചാനലിൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളൊരു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളെ ഹെയറിൻ്റെ ഏതൊരു ഭാഗത്താണ് ഇങ്ങനെ കൂടുതലായിട്ടുള്ളത് നോക്കുക. നമുക്ക് ചില ആളുകൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് കാണുന്ന ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് നമ്മളിത് കാണാം. അപ്പോൾ നമ്മൾ ചില ആളുകൾ കൺമഷി അങ്ങനെ പോലെ ഹെയർ ഡൈ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെക്കാട്ട് നല്ലത് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിവേപ്പില എടുക്കുക. കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ കഴിയുന്നതും ഈ കീടനാശിനി അങ്ങനത്തെ ഒന്നും അടിക്കാത്ത ടൈപ്പ് കരിവേപ്പില കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ കരിവേപ്പില എടുത്തിട്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് തുടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ തന്നെ അത് പൊടി കാര്യം. അത് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാറിൻ്റെ തൊലിയാണ്. അനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പാമ്പഴത്തിൻ്റെ തൊലിയാണ് ഇതിലേക്ക് വേണ്ടത്. അതെന്താ വെച്ചിട്ട് നിങ്ങളൊന്ന് തൊലി എടുത്തിട്ട് ചെറിയ കറയൊക്കെ വരും കയ്യിൽ, നമുക്ക് 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ എന്താ ചെയ്യുക എന്താ വെച്ചാൽ ആ തൊലി എടുത്തിട്ട് ഉണക്കുക. ഒരു 4-5 ദിവസം എന്താ അടിക്കും, നമ്മൾ കരിവേപ്പില പോലെ അല്ല അത്. അപ്പോൾ 4-5 ദിവസം എടുത്തിട്ട് ഉണക്കി എടുത്തിട്ട് ഫൈൻ പൗഡർ പോലെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി നമ്മളെ ഈ രണ്ടും ആണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നിങ്ങളിപ്പം 1 സ്പൂണ് നമ്മളെ കരിവേപ്പിലേൻ്റെ പൗഡറാണ് എടുത്തതെങ്കിൽ, അതേപോലെ 1 സ്പൂണ് നമുക്ക് അനാറിൻ്റെ പൗഡറാണ് കിട്ടിയെങ്കിൽ അതിലേക്ക് 2 സ്പൂണ് ഹെന്ന ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ്, പകുതി ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ചായപ്പൊടിൻ്റെ വെള്ളം, ചൂടാക്കിയ വെള്ളം നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന പോലെ ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് കാപ്പിപ്പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചായപ്പൊടി ഏതെങ്കിലും ഒന്നാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഏതും ഒന്നെങ്കിലും എടുത്താൽ മതി. ഈ ഒരു വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ലൂസ് ആവരുത്, നല്ലൊരു കട്ടി പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അത്യാവശ്യം കട്ടിയിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് ഭാഗത്താണോ ഈ ഒരു നര വന്നിട്ടുള്ളത് ആ ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രഷോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് നീലമരി ചേർക്കാം. നീലമരി ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. പക്ഷേ നീലമരി ചില ആൾക്കാർക്ക് സ്കിന്നിൽ ഈ ഒരു നമുക്ക് ചില ടൈമിൽ കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തില്ലേ, ഇങ്ങനെ അതേപോലെ വരുന്ന ഒരു കേസ് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുക. അത് വേണമെന്നില്ല, ഈ ഒരു കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നീലമരിൻ്റെയും കൂടെ ആഡ് ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾക്കത് പറ്റുമോ നോക്കിയിട്ട് മാത്രം ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചില ആളുകൾക്ക് ഇതേപോലെ നീലമരി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് പോലെ വരും, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വാസ്ലിനോ അല്ലെങ്കിൽ എണ്ണയോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും സാധനം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിടുക. എന്നിട്ട് നമ്മളെ ഈ ഒരു സ്കാൽപ്പിലാവരുത്, നമ്മളെ ഹെയർ എവിടെയാണോ ആ ഭാഗത്തേക്കാക്കുക. അതാണ് ഞാൻ ബ്രഷ് വെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശരിക്കും ഒരു ഡൈ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വെക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഈ ഒരു നീരിറക്കം അങ്ങനത്തെ
കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുള്ള ആളുകളാണ്, കുറച്ച് ടൈം വെക്കാൻ പറ്റുന്ന ആളുകളാണ്, 2 മണിക്കൂറിൻ്റെ അടുത്ത് നിങ്ങൾ വെച്ചതിന് ശേഷം അത് താളി വെച്ചിട്ടും ഷാമ്പു താളി വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. ഇനി മൈൽഡായിട്ടുള്ള ഷാമ്പു ആണെങ്കിൽ നിങ്ങളത് മൈൽഡായിട്ടുള്ള ഷാമ്പു നിങ്ങൾക്ക് താളി കിട്ടാനില്ല, അപ്പോൾ അത് വാഷ് ചെയ്ത് കളയണം, നിങ്ങൾക്ക് താളി വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാണ് ഏറ്റവും നല്ലത്. ഇനി അല്ല നിങ്ങൾക്ക് അങ്ങനെ താളി കിട്ടാനില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഹെയർ വാഷ് ചെയ്തോളൂ, പക്ഷേ ഷാമ്പു കൂടുതലായിട്ട് യൂസ് ചെയ്ത് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ആ രീതിയിൽ ഒരു 2 ആഴ്ച നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, നല്ല ചേഞ്ച് വരും, നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.